നിനക്കെന്തെങ്കിലും പറ്റിയോ മോനെ? സാരമില്ലമ്മേ, അവന് ഭ്രാന്ത, പ്രേമഭ്രാന്ത്. സബാഷ്. മകളുടെ നിശ്ചയത്തിന് വന്ന ചെറുക്കന് നിങ്ങൾ കൊടുത്ത സ്വീകരണം കൊള്ളാൻ ശാരദ. സാധാരണ മധുരമാണ് പതിവ്, ഇതിപ്പോ അല്പ എരിവുള്ളതായി പോയി എന്ന് മാത്രം. അത് ആ കുട്ടിക്കെന്തോ അബദ്ധം. കുട്ടിയോ? ഒരു കാളക്കൂറ്റിന്റെ വലിപ്പമുണ്ടല്ലോ അവന്. ഇത്രയൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടിയിട്ടും അവനെ കുട്ടിയെന്ന് വിളിച്ച് പുന്നരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നിങ്ങളും സൈഡാണെന്നാ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓ, ഇവിടെ കുടുംബശ്രീയിലെ സ്ഥിരം പറ്റുകാരനായിരിക്കും അവൻ അല്ലേ? രാജശ്രീ, വേണ്ടാത്തത് പറയരുത്. വേണ്ടാത്തതോ? അത് കൊള്ളാം. ഞാനാണോ വേണ്ടാത്തത് പറയുന്നത്? ഇവിടെ വേണ്ടാത്തത് പലതും നടന്നു. അതവൻ പരസ്യമായി വിളിച്ചു പറയുകയും ചെയ്തു. റബ്ബർ എസ്റ്റേറ്റിലെ പ്രേമലീലയും നാഗർകോവിലേക്കുള്ള ഹണിമൂൺ ട്രിപ്പും ഒക്കെ അവനല്ലേ വിളിച്ചു പറഞ്ഞത്? പെൺകുട്ടികളെ കസ്റ്റമേഴ്സിന്റെ കൂടെ ഊരു ചുറ്റാൻ വിടുമ്പോ ഓർക്കണമായിരുന്നു ഇങ്ങനെയുള്ള തിരിച്ചടികൾ കൂടി വന്നു ചേരുമെന്ന്. കല്യാണം കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കുടുംബം. അവൻ പറഞ്ഞൊക്കെ സത്യം തന്നെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നാഗർകോവിലിൽ നിന്ന് അവന്റെ ഒപ്പം കാറില്ല അവള് തക്കലയ്ക്ക് വന്നത്. അതേ കാറിൽ കയറി ഇങ്ങോട്ട് പോരുമ്പോ ഇവൻ ഏതോ ടാക്സി ഡ്രൈവർ ആണെന്നാ ഞങ്ങള് കരുതിയത്. ഇപ്പോഴല്ലേ കഥ മനസ്സിലായത് എന്തൊക്കെ നടന്നു. കണ്ടോ കണ്ടോ സത്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരുന്നത്. അവൻ പറഞ്ഞതിന് സാക്ഷികൾ വരെയുണ്ട് നമ്മുടെ മുൻപിൽ. അതെ, ഇത്രേ നമ്മൾ അറിഞ്ഞുള്ളൂ. ഇതിനപ്പുറം കാണും പലതും. അനിയത്തിക്ക് മാത്രമല്ല ചേച്ചിക്കും കാണുന്നേ ഇതേ സ്വഭാവം തന്നെ. അമ്മേ, ചുമ്മാ ആവശ്യമില്ല. നീ മിണ്ടരുത്. ചേച്ചിക്ക് നിന്നോട് പ്രേമം, അനിയത്തിക്ക് ഗുണ്ടയോട് പ്രേമം. ഇങ്ങനെ പ്രേമം വാരി വിതറാൻ ലൈസൻസ് കൊടുക്കുന്ന അമ്മമാർക്ക് വേറെയാ പേര്. ഞങ്ങളത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അതെ, സ്വത്തും പണമൊന്നും മോഹിച്ചല്ല നേരെ ചൊവ്വേ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു പെണ്ണിനെ രാജീവിനെ ആലോചിച്ചത്. മറിച്ച് കുടുംബത്തിനും കുടുംബക്കാർക്കും ഒരു സംസ്കാരവും തറവാടിത്തവും ഒക്കെ ഉണ്ടെന്ന് കരുതി. അതാ ഇപ്പൊ കൺമുന്നിൽ കണ്ടത്. പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. പെണ്ണിനെ കണ്ട് അവന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. ഇപ്പോഴീ തല്ല് കിട്ടിയപ്പോഴെങ്കിലും അവന്റെ ബോധം തെളിഞ്ഞാ മതിയായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത സാറിനാ ഈ അടിയേറ്റത്. നിങ്ങൾ പൊറുക്കണം, മറക്കണമല്ല. അതെ അതെ, പുറത്തല്ലേ പറ്റൂ. പിന്നെയുള്ളത് മറക്കാനുള്ളതാ. അതുകൊണ്ട് മറന്നേക്കാനും ഞങ്ങൾ റെഡിയാ. പക്ഷേ ഞങ്ങള് മറക്കുന്നത് പോലെ ശാരദയെ മറന്നേക്കണം. ഈ ബന്ധത്തിന്റെ കാര്യം അത്ര തന്നെ. അമ്മ, ഇത് എന്തൊക്കെയാ മിണ്ടാതിരിട്ടാ രാജീവ്. അവിടെ നിന്ന് തല്ലുകൊണ്ടത് മതിയായില്ല നിനക്ക്? നിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ വല്ലവന്റെയും പിച്ചാത്തിപ്പിടിയിലേക്ക് ഇരിക്കാനല്ല. അവൻ പറഞ്ഞത് കേട്ടില്ലേ നീ? നിന്നെ കൊല്ലുമെന്ന്. വിജയലക്ഷ്മി, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കാനൊന്നുമില്ല ശാരദാമ്മേ. ഇതുപോലൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കാൻ
ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തിനും പോന്ന ഒരുത്തനാ ഇപ്പൊ ഇവിടുന്ന് അങ്ങ് പോയത്. നാളെയും അവൻ ഇതൊക്കെ തന്നെ ആവർത്തിക്കില്ലെന്ന് എന്താ ഒരു ഉറപ്പ്? അതുകൊണ്ട് ഈ ബന്ധം ഞങ്ങളുടെ കൊച്ചിന് ദോഷമേ ചെയ്യൂ. പക്ഷെ ഈ നടന്നതിനൊക്കെ ശാരിക എന്ത് പിഴച്ചു? അവള് നിരപരാധിയല്ലേ? അല്ല, നമ്മൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ എടുക്കുമ്പോ അവൾ വളർന്നു വന്ന ചുറ്റുപാടുകളും സംസ്കാരവും ഒക്കെ വളരെ പ്രധാനമാണ് ശാരദാമേ. കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെടി പറിച്ച് നടുന്നത് പോലെ എന്നൊക്കെ പറയുമെങ്കിലും ആ ചെടിയുടെ മൂട്ടിലെ കുറച്ച് മണ്ണും കൂടി ഇങ്ങ് പോരും. അതില് വേര് പിടിച്ച് ആ ചെടി വളരും. കാലത്തിലെ ചോറിന്റെ വേവറിയാൻ ഒരു തവി വേണ്ട, ഒരു മണിയെടുത്തിങ്ങനെ ഞെക്കി നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും. എന്തിനാ വെറുതെ ഇനി പറയാനും കേൾക്കാനും നിൽക്കുന്നത്? നമുക്ക് ഇറങ്ങാൻ കൃഷ്ണൻകുട്ടി ചേട്ടാ. ഈ ആലോചന ഈ നടയിൽ ഉപേക്ഷിച്ചു നമ്മള്, അത്ര തന്നെ. അത് തന്നെ, നീ ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറ, നമുക്ക് നീങ്ങാം. അമ്മാവ ഒരു മിനിറ്റ് ഞാൻ പറയുന്നു. ഒരു മിനിറ്റ് പോയിട്ട് ഒരു സെക്കൻഡ് പോലും ഇല്ല. നിനക്ക് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ മറക്കാൻ ഞങ്ങളെ. നീ വാ. അല്ല അല്ല സാർ, വിജയലക്ഷ്മി ശാരദേ, ഇവളുടെ ഈ കണ്ണീര് നീ ചോദിച്ചു വാങ്ങിച്ചത്. എത്ര വട്ടം പറഞ്ഞു നിന്നോടും മക്കളോടും ഈ വീട് സ്ഥലം ഒഴിഞ്ഞു പോവാൻ? പുതിയൊരു നാട്ടിൽ ഹോട്ടൽ തുടങ്ങാൻ സഹായിക്കാമെന്നും ഈ പെമ്പിള്ളാരുടെ കല്യാണം ഞാൻ മുന്നിൽ നിന്ന് നടത്താമെന്നും പറഞ്ഞതല്ലേ? എന്നിട്ട് നീ കേട്ടില്ല. ഇതുപോലുള്ള പെൺപിള്ളേർക്കൊന്നും കല്യാണത്തിന് താല്പര്യം ഉണ്ടാവില്ല ഗോപാലേട്ട. കൊള്ളാവുന്ന ചെറുക്കന്മാരാ കല്യാണം കഴിക്കുന്നതെങ്കിൽ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കണ്ടേ? ഇതാ ശാരദെ പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയുന്നത്. ഇതുങ്ങളെ ജനിപ്പിച്ചവന്റെ അല്ല, ഈ നരുന്തുകളുടെ വാക്കിലായിരുന്നു നിനക്ക് വിശ്വാസം. കൂട്ടത്തിൽ എവളായിരുന്നല്ലോ കേമി, സിവിൽ സർവീസ്, IAS, പേഷ്കാരുദ്യോഗം, എന്തൊക്കെയായിരുന്നു. എന്നിട്ടിപ്പോ എവിടെ എത്തി? സ്വന്തം തന്തയുടെ മേൽ പലവട്ടം കൈവച്ചവളായവള്, നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പോലും. ഒരച്ഛനെന്ന നിലയിൽ ഒരിക്കലും മറക്കാത്ത ഒരു തിരുമുറിവും തന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇവളൊന്നും ഗുണം പിടിക്കില്ലെന്ന്. സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള ഇവളെ കെട്ടാൻ ഇനി ആര് വരാനാ? ആ ജന്മം ഇനി പാഴാ. സ്വയം അനുഭവിച്ചോ? നിന്റെ മൊബൈൽ ഇപ്പോഴും കയ്യിലുണ്ടല്ലോ അല്ലേ? രാത്രി മാത്രമല്ല, അതില് പകലും ക്യാമറ ഫംഗ്ഷൻ ചെയ്യും. ഇപ്പൊ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ ഏത് മസാല പടത്തിനേക്കാളും കളക്ഷൻ കിട്ടുമായിരുന്നു. B ക്ലാസ് തിയേറ്ററിൽ അവളൊരു റെക്കോർഡിസ്റ്റ് നടക്കുന്നു. നിങ്ങൾ മനുഷ്യൻ
നാട്ടുകാരുടെ മുഴുവൻ വായിലിരിക്കുന്നത് കേട്ടില്ലേടി നീ? എന്നിട്ട് എന്താടി കമാന്നൊരു അക്ഷരം മിണ്ടാത്തെ? എടി, നീ അവന് താജ്മഹൽ ശില്പം സമ്മാനമായി കൊടുത്തെന്നുള്ളത് സത്യമാണോ? അമ്മേ, അത് മാറിയിരിക്കണേ അങ്ങോട്ട്. ഞാൻ ചോദിച്ചത് ഇവളോടാ, ഇവളോട് മാത്രം. ഇവൾ എന്റെ ചോദ്യത്തിന് മറുപടി പറയും വരെ ഇവിടെ ആരുടെ ശബ്ദം എനിക്ക് കേൾക്കരുത്. പറയടി, നീ അവന് താജ്മഹൽ ശില്പം സമ്മാനിച്ചെന്ന് പറയുന്നത് സത്യമാണോ? അതെ, അല്ലെങ്കിൽ അല്ല. ഈ രണ്ട് വാക്കുകളിലൊന്നേ എനിക്ക് കേൾക്കണ്ടു. നീ അവന് താജ്മഹൽ കൊടുത്തെന്ന് പറയുന്നത് സത്യമാണോ അതോ കള്ളമാണോ? സത്യം, സത്യമാണ്. പരീക്ഷ എഴുതാൻ അവന്റെ കൂടെയാണോ നീ നാഗർകോവിലിൽ പോയത്? എടി, ദേ, ആ രാത്രി നിങ്ങൾ ഒരുമിച്ചൊരു ഹോട്ടൽ റൂമിലാണോ തങ്ങിയത്? അത് സത്യം. ഈശ്വര, അവരൊക്കെ പറഞ്ഞത് സത്യമാ. എന്റെ വളർത്തു ദോഷം, പിടിപ്പ് കേട്. മിണ്ടിപ്പോരുത്. നിന്നെ ഒറ്റൊരുത്തിയെ വിശ്വസിച്ചാണടി ശാരദ ഇത്രയും കാലം ജീവിച്ചത്. നീ പഠിച്ചൊരു കര പറ്റുമെന്ന്, വലിയ വലിയ ജോലിയൊക്കെ വാങ്ങി കുടുംബശ്രീക്ക് ഒരു കൈത്താങ്ങാകുമെന്ന് വെറുതെ ഞാനങ്ങ് മോഹിച്ചു. ചായക്കടയിൽ കിടന്ന് കരിയും പുകയും കൊള്ളുമ്പോഴും വല്ലവന്റെ എച്ചിൽ പാത്രം കഴുകുമ്പോഴും ആ സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക്. ഇപ്പൊ തലപൊക്കി നിൽക്കുന്ന ഈ കുടുംബശ്രീ ഹോട്ടല് കെട്ടിപ്പൊക്കാൻ കല്ലും കട്ടയും ചുമന്നത് ഈ ശാരിക മോള് മാത്രമാ. ഒരുപാട് കണ്ണീര് കുടിച്ചവള എന്റെ മോള്. ഈ കല്യാണത്തോടെ അതിനൊരു അറുതിയായിന്ന് സമാധാനിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അവളുടെ കല്യാണ നിശ്ചയം നടക്കാൻ നീ കാരണമായല്ലോ എന്നുള്ള സന്തോഷം എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ കല്യാണ നിശ്ചയം മാത്രമല്ല, ഇവളുടെ ജീവിതം കൂടെ തകർത്ത് കൈ തന്നിരിക്കുക നീ. ഗോപാലേട്ടൻ പറഞ്ഞത് സത്യവാ. നിന്നെ എടുത്ത് തലയിൽ വെച്ചതിന്റെ പ്രതിഫലവാ ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത്. മിണ്ടരുത് നീ, മിണ്ടരുത് നീ. ഇനി നമുക്കിടയിൽ സംസാരമില്ല. മതിയായി, മതിയായടി എനിക്ക്. പോ. വാ മക്കളെ, നമുക്ക് പോവാം. അമ്മ, കുഞ്ഞേച്ചി, അമ്മ. ശാലിനി മോളെ, രാജേച്ചി പൊക്കോ. സ്വന്തം അമ്മയ്ക്കില്ലാത്ത സങ്കടമൊന്നും രാജേച്ചിക്ക് വേണ്ട.
അമ്മ അമ്മാവനെ ഈ ബന്ധത്തിന് ഉത്സാഹം കാണിച്ച് നിൽക്കുന്നതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഞാൻ തന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. തനിക്ക് മാത്രം അത് അറിയില്ലെന്നേ ഉള്ളൂ. ഇവളെന്താ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയോ? കൊള്ളാലോ. അതെ, ഞങ്ങളുടെ ഒരു സാധനം ഇവിടെ വെച്ച് മറന്നു, അത് എടുക്കാൻ വന്നതാ. കാര്യം പറഞ്ഞപ്പോ ഗോപാലേട്ടന് വരാനൊരു മടി. പക്ഷെ എനിക്ക് മടിക്കാൻ പറ്റില്ലല്ലോ. കുടുംബത്തിന് അവകാശപ്പെട്ട മുതലല്ലേ. നിങ്ങൾ ആ ആഭരണങ്ങൾ ഇങ്ങ് തിരിച്ചെടുത്തോണ്ട് വന്നേക്ക്. ഞാനത് വാങ്ങിക്കൊണ്ടു പോകാൻ വീണ്ടും വന്നതാ. പക്ഷെ അത് അമ്മയുടെ ആഭരണങ്ങളല്ലേ, അതെന്തിനാ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത്? ആഹാ, എടി പെണ്ണേ, നീ ജനിക്കുന്നതിന് മുൻപേ നടന്ന കാര്യങ്ങളാ ഈ ആഭരണത്തിന്റേത്. അതേപ്പറ്റി കേറി ആധികാരികമായിട്ട് നീ അങ്ങ് സംസാരിക്കരുത്. ഏതായാലും വല്ലവരുടെ അലമാരയിലൊക്കെ ഇരിക്കുന്ന സ്വർണ്ണമൊക്കെ വേണമെന്ന് നിന്റെ അമ്മയ്ക്ക് ആഗ്രഹം കാണുമായിരിക്കും. പക്ഷേ നടക്കില്ല. 30 പവൻ പോയിട്ട് മൂക്കേ പോറാനുള്ള പൈസയും ആയിട്ടല്ല നിന്റെ അമ്മ ഗോപാലേട്ടന്റെ കൂടെ പുറത്തു തുടങ്ങിയത്. അതൊക്കെ പഴയ കഥ. ഏതായാലും എന്നെ കല്യാണം കഴിക്കുമ്പോ ഗോപാലേട്ടന് ആകെ സമ്പാദ്യമായിട്ടുണ്ടായിരുന്നത് ആ 30 പവന്. അന്ന് പക്ഷെ നോക്കിയപ്പോ 916 എന്നൊക്കെ പറയുന്ന പോലെ നിന്റെ അമ്മയുടെ പേരൊന്നും ഞാൻ ആ ആഭരണത്തിൽ കൊത്തിവെച്ചതായി കണ്ടിട്ടില്ല. ഇനിയിപ്പോ അത് നിന്റെ അമ്മയ്ക്ക് സ്ത്രീധനം കൊടുത്തതാണെന്ന് വാദിച്ച അവരാദ്യം അത് തെളിയിക്കണം. അതുവരേക്കും എന്റെ ഭർത്താവിന്റെ മുതല് എന്റെ മുതല. ഞാനത് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരുന്നതിന് സാക്ഷികളും ഉണ്ടായിരുന്നു. അവരിപ്പോ ഇവിടെ ഇല്ലെങ്കിൽ വീണ്ടും വിളിച്ചു വരുത്താൻ ഞാൻ റെഡിയാ. കാരണം എനിക്ക് ആ ആഭരണങ്ങൾ തിരിച്ചു കിട്ടിയേ പറ്റൂ.